വൃന്ദ, ഇങ്ങോട്ട് വരൂ. അവിടെ ഒഴിച്ചു വെച്ചിരിക്കുന്ന ചായ കൂടി എടുത്തോളൂ. മാലിനിയുടെ സ്നേഹത്തോടെയുള്ള വിളിയും പറച്ചിലും ഇതാദ്യമായാണ് വൃന്ദ കേൾക്കുന്നത്. മാലിനി വൃന്ദയുടെ അച്ഛന്റെ പെങ്ങളാണ്. മോഹനന്റെയും വൈദേഹിയുടെയും ഏകപുത്രിയായിരുന്നു വൃന്ദ. ബിസിനസ്സുകാരനായിരുന്നു മോഹനൻ. ഒരിക്കൽ ബിസിനസ് ആവശ്യത്തിനായി ബാംഗ്ലൂർ പോയ മോഹനൻ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു. അതിന്റെ ഷോക്കിൽ വൈദേഹി തളർന്നു വീണു. 1 മാസത്തിന് ശേഷം അവർ മരിച്ചു. അന്ന് വൃന്ദ ബികോം ഫൈനൽ ഇയർ ആയിരുന്നു. വൈദേഹിയുടെ ആങ്ങള വിനയ് വൃന്ദയെ കൂടെ കൊണ്ടുപോകാൻ വന്നെങ്കിലും മാലിനി സമ്മതിച്ചില്ല. അങ്ങനെ വൃന്ദ മാലിനിയുടെ സംരക്ഷണയിലായി. പക്ഷെ വീട്ടുജോലി ചെയ്യിക്കാനായിരുന്നു അവർ അവളെ ഏറ്റെടുത്തത്. വൃന്ദയുടെ വീട് അവർ വാടകയ്ക്ക് കൊടുത്തു. മാലിനിയുടെ ഭർത്താവ് വിശ്വനാഥ് സ്കൂൾ അധ്യാപകനായിരുന്നു. ഏക മകൻ മഹേശ്വർ ബാംഗ്ലൂരിൽ ഫാഷൻ ഡിസൈനറായി ജോലി നോക്കുന്നു. വൃന്ദയുടെ അച്ഛനമ്മമാരുടെ സ്വത്തുവകകളൊക്കെ കൈക്കലാക്കാൻ മഹേശ്വറിനെ വൃന്ദയെ കൊണ്ട് കെട്ടിക്കുവാൻ മാലിനി പ്ലാൻ ഇട്ടു. എന്നാൽ മഹേശ്വർ വൃന്ദയെ അനിയത്തിയെ പോലെയാണ് കാണുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിശ്വനാഥിന്റെ സ്കൂളിലെ സഹപ്രവർത്തകനായ കൃഷ്ണകുമാർ തന്റെ മകൻ യദുകൃഷ്ണയ്ക്ക് വേണ്ടി വൃന്ദയെ വിവാഹാലോചിച്ചത്. അടുക്കളയിൽ പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് വണ്ടി വന്ന ശബ്ദം കേട്ടത്. പക്ഷെ ആര് വന്നാലും താൻ പുറത്തേക്ക് ചെല്ലരുതെന്ന് മാലിനിയപ്പച്ചി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് പോയില്ല. ചായ ട്രേയിൽ എടുത്തുകൊണ്ട് നിന്ന വേഷത്തിൽ അവൾ ഹാളിലേക്ക് ചെന്നു. അവിടെ ഇരുന്ന യദുവിനെ കണ്ട് അവൾ ഞെട്ടി. കോളേജിൽ തന്റെ ശത്രുവായിരുന്നവൻ. മോളെ, ചായ അങ്ങോട്ട് കൊടുക്ക്, വിശ്വനാഥ് പറഞ്ഞു. അവൾ ചായ അവന് നീട്ടി. അവനൊരു പുച്ഛച്ചിരിയോടെ അവളുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി. മോളെ, ഇത് യദുകൃഷ്ണ എന്നാണ് മുഴുവൻ പേര്. മാമന്റെ സ്കൂളിലെ അധ്യാപകനായ കൃഷ്ണകുമാറിന്റെ മകനാണ്. ഇവിടെ പ്രൈവറ്റ് ബാങ്കിൽ മാനേജറാണ് യദു. അവളൊന്ന് മൂളുക മാത്രം ചെയ്തു. അങ്കിൾ, എനിക്ക് വൃന്ദയോട് തനിച്ച് സംസാരിക്കണം. അതിനെന്താ മോനെ, ആവാലോ, വിശ്വനാഥ് പറഞ്ഞു. വൃന്ദ ആകെ അസ്വസ്ഥയായി. യദു പുറത്തേക്കിറങ്ങി. മാലിനി കണ്ണുകൊണ്ട് പുറത്തേക്ക് പോകാൻ വൃന്ദയോട് ആംഗ്യം കാണിച്ചു. അവൾ മനസ്സില്ലാ മനസ്സോടെ പുറത്തിറങ്ങി. മിസ് വൃന്ദ മോഹൻ, അടിയനെ അറിയുമോ ആവോ? അവൻ വികൃതമായി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അറിയും. അവൻ അവളെ അടിമുടി നോക്കി. ചുവന്ന നിറത്തിൽ കറുത്ത പൂക്കളുള്ള ഒരു ചുരിദാറായിരുന്നു അവൾ ധരിച്ചിരുന്നത്. അതൊരുപാട് പഴക്കം ചെന്നതായിരുന്നു. മുടി വാരി വലിച്ചു കെട്ടിയിരിക്കുന്നു. എണ്ണ തേച്ചിട്ട് കൂടിയില്ല. ആഭരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വെളുത്തു തൊടുത്തിരുന്ന കവിളുകൾ ഒട്ടിയിരിക്കുന്നു. അതവളുടെ പ്രേതം പോലെ അവന് തോന്നി. എങ്കിലും കോളേജിലെ അനുഭവങ്ങൾ അവനെ ശത്രുത ഉളവാക്കി. അവൾ അവനെ ഒളികണ്ണാലെ നോക്കി. ബ്ലൂ കോട്ടൺ ഷർട്ടും ബ്ലാക്ക് ജീൻസുമായിരുന്നു അവന്റെ വേഷം. താടി വെച്ചിട്ടുണ്ടെങ്കിലും അത് ട്രിം ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. പഴയ പോക്കരിയിൽ നിന്നും അവൻ ഒരുപാട് മാറിയ പോലെ തോന്നി. അവന്റെ കണ്ണുകൾക്ക് വല്ലാത്ത തീക്ഷ്ണത അനുഭവപ്പെട്ടു. നിനക്കെന്നെ കല്യാണം കഴിക്കാൻ സമ്മതമാണോ? അപ്പൊ ഞാനൊരു ജോലിക്കാരനായപ്പോ നിനക്ക് കുഴപ്പമില്ല അല്ലേ? ഞാൻ ആ പഴയ പോക്കിരി തന്നെയാടി ഇപ്പോഴും. നിനക്കന്ന് ഞാനായിരുന്നല്ലോ ശത്രു. എന്നെപ്പറ്റി കംപ്ലൈന്റ് കൊടുക്കലല്ലായിരുന്നു നിന്റെ മെയിൻ ഹോബി. ഏതു ഇപ്പോഴും അതൊക്കെ മനസ്സിൽ വെച്ചിരിക്കുന്നുണ്ടോ? അവൾ സങ്കടത്തോടെ ചോദിച്ചു. പിന്നല്ലാതെ, നീ കാരണം എനിക്ക് എത്ര സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? ഈ വിവാഹം വേണ്ടെന്ന് പറഞ്ഞുകൂടെ? എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ നിന്നെ തന്നെ കെട്ടും. എന്നിട്ട് അന്ന് നിന്റെ കൂടെ നിന്ന് എന്നെ കളിയാക്കിയവരെ എല്ലാം ക്ഷണിക്കും. എന്നിട്ട് അവരുടെ മുന്നിൽ നിന്നെ ഞാൻ അപമാനിക്കും. അവന്റെ വാക്കുകൾ കേട്ട് അവൾക്ക് കരച്ചിൽ വന്നു. ഇവിടെ വന്നപ്പോ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. നീ ഇവിടെ ഒരു വേലക്കാരിയാണെന്ന്. പിന്നെ നിന്റെ ഇഷ്ടത്തിന് ഇവിടെ ഒന്നും നടക്കില്ല. അതുകൊണ്ട് ഞാൻ തന്നെ നിന്നെ കെട്ടും. വെയിറ്റ് ആൻഡ് സീ. അവളൊരു പാവ കണക്കെ നിന്നു. അവൻ അവിടെ നിന്ന് പോയിട്ടും അവൾ അവിടെ തറഞ്ഞു നിന്നു. ഇനി 4 ദിവസം കൂടിയേ ഉള്ളൂ വിവാഹത്തിന്, മാലിനി പറഞ്ഞു. മോൾക്ക് ഇനിയെങ്കിലും കുറച്ച് നല്ല വസ്ത്രം വാങ്ങി കൊടുക്കും മാലിനി, വിശ്വനാഥ് പറഞ്ഞു. വീട്ടിൽ നിൽക്കുമ്പോ ഇതൊക്കെ മതി. യദുവിന്റെ വീട്ടിൽ എടുത്തിട്ടുണ്ടാവും. പിന്നെ അവളുടെ മാമന്റെ മക്കളെല്ലാം കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞു. പിന്നെ നമ്മളെന്തിനാ കാശ് കളയുന്നേ? നമ്മുടെ കാശല്ലല്ലോ, അവളുടെ അച്ഛന്റെ അമ്മയുടെ അല്ലേ. ഇത്ര നാളും അവളെ നോക്കിയില്ലേ? അത് അവളുടെ മാമൻ കൊണ്ടുപോകാൻ നീ സമ്മതിക്കാഞ്ഞിട്ടല്ലേ? നിങ്ങളൊന്ന് പോ മനുഷ്യ. മോൻ വരണ്ടെന്ന് നീ പറഞ്ഞു. പറഞ്ഞു. വെറുതെ കാശ് ചിലവാക്കി അവ എന്തിനാ വരുന്നേ? അവളുടെ അമ്മയുടെ ആൾക്കാരൊക്കെ വരുമല്ലോ, പിന്നെന്തിനാ? ചെറിയ ഒരു മുറിയിലായിരുന്നു വൃന്ദ കിടന്നിരുന്നത്. അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോയിൽ നോക്കി അവൾ ഏറെ നേരം കരഞ്ഞു. ഇനി 4 ദിവസം കൂടി ഇവിടെ. അത് കഴിഞ്ഞാൽ എന്നെ മാലിന്യപ്പച്ചേക്കാളും വെറുക്കുന്ന യദുവിനൊപ്പമാണ് ജീവിതം. എന്ത് വിധിയാണിത്? ദിവസങ്ങൾ ശരവേഗത്തിൽ ഓടിമറഞ്ഞു. ഇന്ന് വൃന്ദയുടെയും യദുവിന്റെയും വിവാഹം. അവൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ചു തൊഴുത് കാവിൽ നിൽക്കുമ്പോൾ ഒന്ന് മാത്രം പ്രാർത്ഥിച്ചു. എത്രയും വേഗം അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് തന്നെ എത്തിക്കണേയെന്ന്. തന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും യദു എന്തിനിങ്ങനെ പെരുമാറുന്നു? താൻ അവനോട് ചെയ്തത് അത്ര വലിയ തെറ്റായിരുന്നു. ക്യാമ്പസിൽ വെച്ച് മദ്യപിച്ചതിനും തല്ലുണ്ടാക്കിയതിനുമൊക്കെയാണ് അന്ന് താൻ അവനെതിരെ കംപ്ലൈന്റ് കൊടുത്തത്. അതൊക്കെ ഇപ്പോഴും മനസ്സിൽ വെച്ച് പെരുമാറുന്നു. ഇനി ഇന്നു മുതൽ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എങ്ങനെയാകും അവന്റെ പെരുമാറ്റം? അവന്റെ വീട്ടുകാർ നല്ലവരാണ്. ദേവയാനയമ്മയും യാദവും ഒരു തവണ തന്നെ കാണാൻ വന്നിരുന്നു. അവർ വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയത്. അച്ഛൻ കൃഷ്ണകുമാർ അല്പം ഗൗരവക്കാരനാണ്.
പലതവണ മാമന്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. തന്നോട് സ്നേഹത്തോടെയാണ് അദ്ദേഹം പെരുമാറിയിട്ടുള്ളത്. ഇനി എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്നോർത്ത് അവൾ അവിടെ നിന്നു. വൃന്ദമോളെ, സമയാവാറായി, വേഗം വാ. വിശ്വനാഥന്റെ വിളി അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തി. അവൾ വേഗം നടന്നു. വീട്ടിൽ ബന്ധുക്കളെല്ലാവരും എത്തിച്ചേർന്നിരുന്നു. ചിലർ അവളെ സഹതാപത്തോടെ നോക്കി. വിവാഹം തന്റെ വീട്ടിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചത് വിനയമാമനായിരുന്നു. അച്ഛനും അമ്മയും ഉറങ്ങുന്ന മണ്ണിൽ വെച്ച് താൻ സുമംഗലിയാകും. മാലിന്യപ്പച്ചിയുടെ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരില്ല എന്നത് മാത്രമായിരുന്നു ഏകാശ്വാസം. 4 വർഷങ്ങൾ 4 യുഗങ്ങൾ പോലെയായിരുന്നു. ഇടയ്ക്ക് വിനയമാമൻ കാണാൻ വരുമ്പോൾ മാത്രമായിരുന്നു താൻ അല്പം സന്തോഷം അനുഭവിച്ചിരുന്നത്. മാമന്റെ ഭാര്യ രാധമാമി വർഷങ്ങൾക്ക് മുമ്പ് ക്യാൻസർ ബാധിച്ചു മരിച്ചു. മാമന്റെ കൂടെ പോയി നിൽക്കാൻ തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ മാലിന്യപ്പച്ചി സമ്മതിച്ചില്ല. മാമന് 2 പെൺകുട്ടികളായിരുന്നു. 2 പേരെ നല്ല നിലയിൽ പഠിപ്പിച്ച് കെട്ടിച്ചയച്ചു. അവർ വിദേശത്താണ്. മാമൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ അവരോട് ഫോണിൽ സംസാരിച്ചു. തനിക്ക് ധരിക്കാനുള്ള ഡ്രസ്സും ഓർണമെന്റ്സും കൊറിയർ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓരോ തവണ വരുമ്പോഴും മാമൻ പുതിയ വസ്ത്രങ്ങൾ കൊണ്ടുവന്നിരുന്നു. പക്ഷെ മാലിന്യപ്പച്ചി അതൊക്കെ അവരുടെ ആങ്ങളുടെ മകളായ ദിയയ്ക്ക് കൊടുക്കും. വൃന്ദ, നിന്റെ ഡ്രസ്സൊക്കെ എവിടെ? മാലിന്യയുടെ അനന്തരവളായ ദിയയാണ് ചോദിച്ചത്. അവൾ ഒരു വധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങിയാണ് വന്നത്. ഡ്രസ് റൂമിലുണ്ട്, ഞാൻ ഇട്ടിട്ട് വരാം. ബ്യൂട്ടീഷ്യൻ ഒന്നും ഇല്ലേ? അവൾ ചെറികോട്ടിക്കൊണ്ട് ചോദിച്ചു. ഇല്ല, എന്റെ മോൾക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. അവൾക്ക് ആവശ്യത്തിന് സൗന്ദര്യമുണ്ട്. വിനയ അല്പം ഗൗരവത്തോടെ തന്നെ പറഞ്ഞു. വൃന്ദ റൂമിൽ പോയി സാരി എടുത്തു. വളരെ വില കൂടിയ സാരിയായിരുന്നു അത്. ഇളം പിങ്ക് നിറത്തിൽ നിറയെ സ്റ്റോൺ വർക്കുകളുള്ള സാരിയും ഡിസൈനർ ബ്ലൗസും പിന്നെ 50 പവനോളം ആഭരണങ്ങളും മുല്ലപ്പൂവും മേക്കപ്പ് സെറ്റും എല്ലാം ഉണ്ടായിരുന്നു. അമ്മയുടെയും തന്റെ ആഭരണങ്ങൾ ഓരോ ബാധ്യതകളുടെ കാര്യം പറഞ്ഞ് മാലിന്യം വാങ്ങിയെടുത്ത കാര്യം അവൾ ഓർത്തു. അവൾ സാരി ഉടുത്തു, ഒരു പൊട്ടു തൊട്ടു, മുടി മെടഞ്ഞു കെട്ടി, കുറച്ച് മുല്ലപ്പൂ വെച്ചു, കണ്ണിൽ കാജൽ എഴുതി, ആഭരണങ്ങൾ അണിഞ്ഞു. അലമാരയുടെ കണ്ണാടിയിൽ നോക്കി നിന്നപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മോളെ, ഇറങ്ങി വാ, അവരിങ്ങെത്തി, വിനയ് വിളിച്ചു പറഞ്ഞു. അവൾ കതകു തുറന്നിറങ്ങി. എല്ലാവരും വിവാഹപന്തലിൽ സ്ഥാനം പിടിച്ചിരുന്നു. അവൾ വിനയുടെയും വിശ്വനാഥന്റെയും മാലിന്യയുടെയും പാദങ്ങൾ തൊട്ട് അനുഗ്രഹം വാങ്ങി. മാലിന്യ നിറപറയും നിലവിളക്കും അടങ്ങിയ താലം അവളുടെ കയ്യിൽ കൊടുത്തു. ആങ്ങളയുടെ സ്ഥാനത്ത് നിന്ന് വരനെ മാലയിട്ട് സ്വീകരിക്കാൻ ആരുമില്ലാത്തതിനാൽ അയൽവീട്ടിൽ ഗോകുലിനെ ആ കർമ്മ ഏൽപ്പിച്ചു. കാറിൽ നിന്നിറങ്ങിയ യദുവിനെ ഗോകുൽ മാലയും ബൊക്കയും കൊടുത്ത് സ്വീകരിച്ചു. അവിടുന്ന് യദുവിന്റെ വീട്ടുകാർക്കൊപ്പം കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു. യദു പറഞ്ഞതുപോലെ തന്നെ കോളേജിലെ പഴയ ഫ്രണ്ട്സിനെയും അവൻ ക്ഷണിച്ചിരുന്നു. ക്രീം കളർ ഷർട്ടും കസവും മുണ്ടുമായിരുന്നു അവന്റെ വേഷം. അവൻ കൂടുതൽ സുന്ദരനായിട്ടുണ്ട്. മുഹൂർത്തത്തിന് സമയമായി. വൃന്ദ അടിമുടി വിറയ്ക്കാൻ തുടങ്ങി. മാലിനി വൃന്ദയെ യദുവിനരികിലായിക്കൊണ്ടിരുത്തി. അവൻ അവളെ നോക്കിയതുകൂടിയില്ല. അവൾ നിർവികാരമായിരുന്നു. കൊട്ടും കുരവയും ഉയർന്നു. യദു മഞ്ഞച്ചരടിക്കോർത്ത താലി വൃന്ദയുടെ കഴുത്തിൽ കെട്ടി. അത് തന്നെ ഞെരിച്ചു കൊല്ലുവാനുള്ള കയറാണെന്ന് അവൾക്ക് തോന്നി. പേരുകൊത്തിയ മോതിരങ്ങൾ അവർ പരസ്പരം അണിയിച്ചു. അവൻ 10 പവന്റെ മാല അവളുടെ കഴുത്തിൽ അണിയിച്ചു. വിനയ് യദുവിനും അതേ വലിപ്പമുള്ള മാലയിട്ടു. വിനയ് വൃന്ദയുടെ കൈ പിടിച്ച് യദുവിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. അവൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് വലം വെച്ചു. സദ്യ കഴിക്കാനിരിക്കുമ്പോഴും അവർ തമ്മിൽ സംസാരിച്ചില്ല. യാത്ര പറഞ്ഞിറങ്ങും നേരം അവൾക്ക് കരച്ചിൽ വന്നില്ല. മാലിനിയേക്കാൾ തന്നെ വെറുക്കുന്ന ഒരാൾക്കൊപ്പം പോവുകയാണെന്ന് അച്ഛനോടും അമ്മയോടും മനസ്സുകൊണ്ട് പറഞ്ഞ ശേഷം അവൾ കാറിൽ കയറി. ഇതുതന്നെയായിരുന്നു ഡ്രൈവ് ചെയ്തത്. 1/2 മണിക്കൂറിനുള്ളിൽ അവർ അവന്റെ വീട്ടിലെത്തി. വലിയൊരു 2 നില കെട്ടിടമായിരുന്നു അത്. ഒരുപാട് പൂച്ചെടികളും പച്ചക്കറികളും വീടിന് ചുറ്റുമുണ്ട്. അവൾക്കവിടെ വളരെ ഇഷ്ടപ്പെട്ടു. എങ്കിലും യദുവിന്റെ സ്വഭാവം ഓർത്ത് അവൾക്ക് വേദന ഉണ്ടായിരുന്നു. കേറി വാ മോളെ. ദേവയാനി കത്തിച്ച നിലവിളക്കുമായി വന്നു. പെങ്ങളില്ലാത്തതുകൊണ്ട് യാദവാണ് ആരതി ഒഴിഞ്ഞത്. അവൾ നല്ലത് വരുത്തണേ ദൈവമേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി. ഒപ്പം യദുവും. വിളക്ക് പൂജാമുറിയിൽ കൊണ്ടുവച്ച് അവൾ പ്രാർത്ഥിച്ചു. കയ്യിലുണ്ടായിരുന്നതിൽ ഏറ്റവും തൂക്കം കൂടുതലുള്ള വള അവൾ ദേവയാനിക്ക് ഇട്ടുകൊടുത്തു. അവർ അവരുടെ പാരമ്പര്യ സ്വത്തായ നവരത്ന മോതിരം അവളെ അണിയിച്ചു. ദേവയാനിയുടെ അമ്മായി 2 പേർക്കും മധുരം നൽകി. മോള് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തോളൂ. മുകളിലാണ് നിങ്ങളുടെ മുറി, ദേവയാനി പറഞ്ഞു. വാ ഏട്ടത്തി, മുറി ഞാൻ കാണിച്ചു തരാം. യാദവ് അവളെയും കൂട്ടി മുകളിലേക്ക് പോയി. യാദവ് ഇപ്പോൾ മെഡിസിന് 3ാം വർഷം പഠിക്കുന്നു. അവൻ യദുവിനെ പോലെയല്ല, വളരെ ഓപ്പൺ മൈൻഡഡ് ആണ്. വളരെ വിശാലമായ ഒരു മുറിയായിരുന്നു അത്. ബെഡ് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. ഏട്ടത്തിയുടെ ഡ്രസ്സൊക്കെ ആ അലമാരയിലുണ്ട് കേട്ടോ. ഞാൻ താഴേക്ക് പോവാം, ചെറിയ പാർട്ടിയുണ്ട് ഫ്രണ്ട്സിന്. അതും പറഞ്ഞുകൊണ്ട് അവൻ താഴേക്ക് പോയി. അവൾ കുറച്ചുനേരം സോഫയിലിരുന്നു. പിന്നെ ആഭരണങ്ങൾ എല്ലാം അഴിച്ചു മാറ്റി. 3 അറകളുള്ള വലിയ അലമാരയിൽ തന്റെ വസ്ത്രങ്ങൾ അവൾ കണ്ടെത്തി. അതിന് ഇളം പിങ്ക് നിറത്തിലുള്ള ഒരു സാരി അവൾ എടുത്തു. അവൾ ഉടുത്തിരുന്ന പുടവ അഴിക്കാൻ തുടങ്ങിയതും യദു അവിടേക്ക് വന്നു. അവൾ പെട്ടെന്ന് സാരി എടുത്ത് പുതച്ചു. ഡോർ ലോക്ക് ചെയ്തില്ല എന്ന കാര്യം അപ്പോഴാണ് അവൾ ഓർത്തത്. കഥ കടയ്ക്കാതെയാണോ ഡ്രസ്സ് മാറുന്നത്? ഇപ്പൊ വേറെ ആരെങ്കിലും കയറി വന്നിരുന്നെങ്കിലോ? ഓ, അവിടെ ഡ്രസ്സിംഗ് റൂമുണ്ട്. അവൻ വിരൽ ചൂണ്ടിയ ദിശയിലേക്ക് നോക്കിയപ്പോഴാണ് അവിടെ മറ്റൊരു റൂമുള്ള കാര്യം അവൾ കണ്ടത്. അവൾ ഡ്രസ്സ് എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി. അവൻ അവിടെ നിന്ന് തന്നെ ഡ്രസ് മാറി. ഒരു ഫുൾ സ്ലീവ് വൈറ്റ് ബനിയനും ബ്ലൂ ജീൻസും എടുത്തിട്ടു. എന്നിട്ട് ബെഡിലിരുന്നു. അവൾ വേഷം മാറി വന്നു. അവൻ അടിമുടി അവളെ നോക്കി. മെലിഞ്ഞതൊഴിച്ച അവൾ ഇപ്പോഴും അതിസുന്ദരി തന്നെ.
അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് നടന്നു. അവൾക്ക് ഭയം തോന്നി. അവൾ പുറകിലേക്ക് രണ്ടടി വെച്ചത് ഭിത്തിയിൽ ഇടിച്ചു നിന്നു. അവന്റെ ശ്വാസം അവളുടെ മുഖത്ത് തട്ടി. അവൾ കണ്ണുകൾ ഇറുകിയടച്ചു. അവളുടെ പേടിച്ചുള്ള നിൽപ്പ് കണ്ട് അവന് ചിരി വന്നു. അവൻ കൈ ഉയർത്തി ഭിത്തിയിൽ നിന്ന് കീ ഹോൾഡറിലിട്ടിരുന്ന കാറിന്റെ കീ എടുത്തു. പതിയെ അവളുടെ അടുത്ത് നിന്നും മാറി. അവൾ അതേ നിൽപ്പ് അല്പനേരം കൂടി തുടർന്നു. അവൻ മാറിയെന്ന് തോന്നിയപ്പോൾ അവൾ കണ്ണുകൾ തുറന്നു. അവനൊരു പുച്ഛച്ചിരി പാസാക്കിയിട്ട് പുറത്തേക്ക് പോയി. അവൾ സോഫയിലിരുന്നു. അച്ഛനമ്മമാരെ കുറിച്ച് ഓർത്തു. അവർ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരവസ്ഥ തനിക്ക് വരില്ലായിരുന്നു. ഇത് ഒരിക്കലും തന്നെ സ്നേഹിക്കില്ല. തുടർന്ന് പഠിക്കണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷെ അവൻ സമ്മതിക്കില്ല. എങ്കിലും ഇവിടത്തെ അമ്മയോടും അച്ഛനോടും ഇതേപ്പറ്റി സംസാരിക്കണമെന്ന് അവൾ തീരുമാനിച്ചു. ക്ഷീണം കൊണ്ട് അവൾ അവിടെ തന്നെ കിടന്നുറങ്ങിപ്പോയി. ഡി, എഴുന്നേൽക്ക്, സന്ധ്യയായി. വിളക്ക് വെക്കുന്ന നേരത്താണ് ഉറങ്ങുന്നേ. യദു അവളെ തട്ടി വിളിച്ചു. അവൾ കണ്ണു തുറന്നു നോക്കി. അവൻ ദേഷ്യത്തോടെ കൈയും കെട്ടി നിൽക്കുന്നു. ഇതെപ്പോ വന്നു? അവൾ മനസ്സിലോർത്തു. അവൾ എഴുന്നേറ്റ് വസ്ത്രം നേരെയാക്കി. ഞാൻ ക്ഷീണം കൊണ്ട് അറിയാതെ ഉറങ്ങിപ്പോയി, സോറി. ക്ഷീണം വരാൻ മാത്രം ആരും ഒന്നും ചെയ്തില്ലല്ലോ നിന്നെ. അതിനവൾ മറുപടി പറഞ്ഞില്ല. എങ്കിലും കണ്ണുകൾ നിറഞ്ഞു. താഴേക്ക് ചെല്ല്. ഞാൻ കെട്ടിയ പെണ്ണ് മൂദേവിയാണെന്ന് ആരെക്കൊണ്ടും പറയിക്കണ്ട. പോയി വിളക്ക് വെക്കി. അവൾ വാഷ്റൂമിൽ പോയി ഫ്രഷായി വന്നു. അപ്പോൾ അവൻ അവിടെ ഇല്ലായിരുന്നു. അവൾ താഴേക്ക് ചെന്നപ്പോൾ ദേവയാനി വിളക്ക് തുടയ്ക്കുകയായിരുന്നു. ഞാൻ ചെയ്യാം അമ്മേ. വേണ്ട മോളെ, അമ്മ ചെയ്തോളാം. ഭക്ഷണം കഴിക്കാനായിട്ട് മോളെ വിളിക്കാൻ വന്നപ്പോൾ നല്ല ഉറക്കമായിരുന്നു. അതാ അമ്മ വിളിക്കാഞ്ഞ്. അവൻ പുറത്തു പോയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. അവന്റെ ഫ്രണ്ട്സിന് ട്രീറ്റ് ചെയ്തോ ഹോട്ടലിൽ വെച്ചായിരുന്നു. പിന്നെ വെഡിങ് റിസപ്ഷൻ ഞായറാഴ്ച നടത്താനാണ് പ്ലാൻ. അതാവുമ്പോൾ ആർക്കും ലീവ് എടുക്കണ്ടല്ലോ. അവളെല്ലാം മോളെ കേട്ടു. മോള് പോയി ഫ്രിഡ്ജിൽ നിന്ന് ആപ്പിൾ ജ്യൂസ് എടുത്ത് കുടിക്കും. പിന്നെ സന്ധ്യ കഴിഞ്ഞ് ഫുഡ് കഴിക്കാം. ശരി അമ്മേ. അവൾ ഫ്രിഡ്ജിൽ നിന്ന് ജ്യൂസ് എടുത്ത് കുടിച്ചു. അപ്പോഴാണ് യദു ഇറങ്ങി വരുന്നത് കണ്ടത്. അവന്റെ മുഖത്ത് അപ്പോഴും ദേഷ്യമായിരുന്നു. അപ്പോഴാണ് യാദവും അച്ഛനും കൂടി അവിടേക്ക് വന്നത്. റിസപ്ഷൻ പിന്നീടായതുകൊണ്ട് ബന്ധുക്കളെല്ലാം പോയിരുന്നു. മോൾക്കൊരു ഫോൺ വാങ്ങാൻ വേണ്ടി പോയതാ. കല്യാണത്തിരക്കിൽ അത് വിട്ടുപോയിരുന്നു. യദുവിനോട് പറഞ്ഞിരുന്നു. അവനും മറന്നു കാണും. അതും പറഞ്ഞുകൊണ്ട് അയാൾ ഒരു കവർ അവൾക്ക് നേരെ നീട്ടി. എനിക്കെന്തിനാ ഫോൺ? ഞാൻ ഇതൊന്നും ഉപയോഗിക്കാറില്ല അച്ഛാ. ഇവിടെ എല്ലാവർക്കും ഫോണുണ്ട്. എല്ലാവരും ഒഴിഞ്ഞ സമയങ്ങളിൽ അത് ഉപയോഗിക്കാറുമുണ്ട്. മോൾക്ക് ഫോണില്ലെന്ന് വിശ്വൻ പറഞ്ഞിരുന്നു. അതും പറഞ്ഞുകൊണ്ട് അയാൾ ആ കവർ അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. യാദവും ദേവയാനിയും സന്തോഷത്തോടെ അയാളെ നോക്കി. ഇതുമാത്രം മുഖം വീർപ്പിച്ചു നിന്നു. കണ്ണ, നിന്റെ ഒരു സിം എടുത്തിട്ട് ഫോണിൽ ഇട്ടു കൊടുക്ക്, ദേവയാനി പറഞ്ഞു. അത് വേണ്ട ദേവു, സിം ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഫോണിലുണ്ട്. നാളെ ആക്റ്റീവ് ആകും. അതും പറഞ്ഞുകൊണ്ട് അയാൾ റൂമിലേക്ക് പോയി. വൃന്ദ തന്റെ അച്ഛനെ ഓർത്തു. അവൾ തേങ്ങി. മോൾ അച്ഛനെ ഓർത്തു അല്ലേ? ദേവയാനി ചോദിച്ചു. ഞങ്ങൾ മോൾക്ക് അച്ഛനും അമ്മയും ആയിരിക്കും എന്നോ. ഞാൻ അനിയനും, യാദവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവളും ചിരിച്ചു. എടുത്തി, ഫോൺ കൊണ്ടുപോയി കുത്തിയിട്. 8 മണിക്കൂർ. ശരി. അവൾ മുകളിലേക്ക് പോകാൻ ഒരുങ്ങി. ഡി, അവിടെ നിൽക്ക്, എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോവാ. സോഫയിൽ കാലും കയറ്റി ഇരുന്നു കൊണ്ട് യദു ഓർഡർ ഇട്ടു. അവൾ അവിടെ നിന്നു. വെള്ളം ഡൈനിങ് ടേബിളിന്റെ പുറത്തുണ്ടല്ലോ, നിനക്കെടുത്ത് കുടിച്ചാൽ പോരെ? ദേവയാനി അവനോട് ചോദിച്ചു. എനിക്ക് ചൂടുവെള്ളം വേണം, അത് തണുത്തു. അവൾ കവർ ടേബിളിന്റെ പുറത്ത് വെച്ചിട്ട് അടുക്കള ലക്ഷ്യമാക്കി നടന്നു. വിശാലമായ അടുക്കളയിൽ ആധുനിക സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഹാളിലെ കൂടാതെ വലിയൊരു ഫ്രിഡ്ജ് അടുക്കളയിലും ഉണ്ടായിരുന്നു. അവൾ ഹീറ്ററിൽ വെള്ളം ചൂടാക്കി ഒരു വലിയ ഗ്ലാസ്സിൽ വെള്ളം പകർന്നു. ഇതാ വെള്ളം. അവൾ ഗ്ലാസ് അവന് നേരെ നീട്ടി. അവൻ ഗ്ലാസ് വാങ്ങി ഒരിറക്ക് വെള്ളം കുടിച്ചു. അവൻ ഗൗരവം വിടാതെ അവളെ നോക്കി. ഇനി പൊയ്ക്കോ എന്ന് പറഞ്ഞു. അവൾ കവറും എടുത്ത് മുകളിലേക്ക് പോയി. വളരെ കോസ്റ്റ്ലി ആയ ഫോണായിരുന്നു അത്. അവൾ അത് ചാർജറിൽ കുത്തിയിട്ടു. അപ്പോഴാണ് ടേബിളിൽ അവന്റെ ഫോൺ ഇരിക്കുന്നത് കണ്ടത്. അവൾ അതെടുത്ത് സൈഡ് ബട്ടൺ അമർത്തി. ലോക്ക് സ്ക്രീനിലുള്ള പെൺകുട്ടിയുടെ ഫോട്ടോ അവൾക്ക് നല്ല പരിചയമുള്ളതുപോലെ തോന്നി. ഡി, എന്റെ ഫോൺ എന്തിനാണ് എടുത്തത്? അവൻ ക്രോധത്തോടെ പാഞ്ഞു വന്ന് അവളുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി. എന്നിട്ട് അവളുടെ കവളിൽ ആഞ്ഞടിച്ചു. അവൾ ആലില പോലെ വിറച്ചു. അവൾക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. അവൾ തളർന്നു വീഴാൻ പോയതും അവൻ അവളെ താങ്ങി. അവൻ ആവലാതിയായി. അവളെ ബെഡിൽ കൊണ്ട് കിടത്തി. അവൾക്ക് തീരെ ഭാരമില്ലെന്ന് അവന് തോന്നി. ജഗ്ഗിൽ നിന്നും വെള്ളം എടുത്ത് അവൻ അവളുടെ മുഖത്ത് തളിച്ചു. അവൾ മെല്ലെ കണ്ണു തുറന്നു. അപ്പോഴേക്കും ഭയം ആ കണ്ണുകളിൽ നിഴലിച്ചിരുന്നു. അവൻ വെള്ളം അവൾക്ക് കുടിപ്പിച്ചു കൊടുത്തു. അവന് സമാധാനമായി. അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. വേണ്ട, കിടന്നോളൂ. ഐ എം സോറി, ഞാൻ പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ ചെയ്തു പോയതാണ്. ഇവിടെ ആരോടും പറയരുത് പ്ലീസ്. അവൾ ഇല്ലെന്ന് തലയാട്ടി. അവളുടെ വെളുത്ത കവളിൽ അവന്റെ വിരൽപ്പാടുകൾ കരിനീല നിറത്തിൽ പതിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അതെ, കവളിലെ പാട് മാറിയിട്ട് താഴേക്ക് ഇറങ്ങിയാൽ മതി കേട്ടോ. അവൻ അതും പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. അവൾ പതിയെ എഴുന്നേറ്റിരുന്നു. കവളിൽ തൊട്ടു നോക്കി. നല്ല വേദനയുണ്ട്. ആദ്യമായാണ് തനിക്കിങ്ങനെ അടി കിട്ടുന്നതെന്ന് അവൾ ഓർത്തു. അവൾ ടേബിളിലിരുന്ന ബാമെടുത്ത് കവളിൽ പുരട്ടി. അല്പം ആശ്വാസം ലഭിച്ചു. കുറെ നേരം അവൾ വെറുതെ ഇരുന്നു. മോളെ, ഫുഡ് കഴിക്കാൻ വായോ? ദേവയാനി താഴെ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു. ഞാൻ വന്നോളാം അമ്മേ, അവൾ പറഞ്ഞു. ഏറെ വൈകിട്ടും യദു റൂമിലേക്ക് വന്നില്ല. ദേവയാനി പിന്നെയും വിളിച്ചു. അവൾ കണ്ണാടിയിൽ മുഖം നോക്കി. പാടൊരുവിധം മാറിയിട്ടുണ്ട്. അവൾ താഴേക്കിറങ്ങി. സോഫയിൽ ദേവയാനിയുടെ മടിയിൽ കിടന്നുറങ്ങുന്നു കണ്ണൻ. മോളെ, എന്താ ഇത്ര നേരമായിട്ടും ഫുഡ് കഴിക്കാൻ വരാഞ്ഞത്? യദു.
അവൻ ഇതുവരെ വന്നില്ലല്ലോ. ചിലപ്പോഴൊക്കെ അവൻ ഇങ്ങനെയാണ്. ഇന്നെങ്കിലും നേരത്തെ വരുമെന്ന് കരുതി ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. മോളോട് വല്ലതും പറഞ്ഞിട്ടാണോ പോയേ? ഇല്ലമ്മേ, ഒന്നും പറഞ്ഞില്ല. അച്ഛൻ ഉറങ്ങിയോ? ആ, അച്ഛന് BP ലോ ആണ്. മെഡിസിൻ ഉണ്ട്, കഴിച്ചിട്ട് കിടന്നു. അമ്മ കഴിച്ചോ? ആ, കഴിച്ചു. മോൾക്ക് വിളമ്പി വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് കിടന്നോളും. ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടെ അമ്മയുടെ റൂമിൽ കിടക്കാട്ടോ. ഇല്ലമ്മേ, ഞാൻ അവിടെയും തനിച്ചായിരുന്നു. അവൾ അത് പറഞ്ഞപ്പോൾ ദേവയാനിക്ക് സങ്കടം വന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ കവിൾ വേദനിക്കുന്നുണ്ടായിരുന്നു. വേഗം കഴിച്ചു തീർത്ത് പാത്രം കഴുകി വെച്ചിട്ട് വന്നപ്പോൾ കണ്ണനെ സോഫയിലേക്ക് കിടത്തുകയായിരുന്നു അമ്മ. പോത്തുപോലെ വളർന്നിട്ട് ചെക്ക ഇങ്ങനെയാ, കുട്ടിക്കളി മാറിയിട്ടില്ല, അവർ കപട ദേഷ്യത്തോടെ പറഞ്ഞു. അവൾ അത് കേട്ട് ചിരിച്ചു. ഇത് തന്റെ ആദ്യ രാത്രിയാണ്. ബെഡിൽ പൂക്കളുടെ അലങ്കാരം പാടി തുടങ്ങിയിരുന്നു. ഏറെ നേരം അവനെ കാത്തിരുന്നു. എപ്പോഴോ അവൾ ഉറങ്ങി. കുടിച്ചു ബോധമില്ലാതെയാണ് അവൻ വന്നത്. അങ്ങനെ പതിവില്ലാത്തതാണ്. അവൻ വാതിൽ തള്ളി തുറന്നു. ബെഡിന്റെ ഒരറ്റത്ത് ചുരുണ്ടുകൂടി കിടക്കുന്ന അവളെ കണ്ടു. അവൻ അവൾക്കരികിൽ ചെന്നിരുന്നു. അവളുടെ കവളിൽ പതിയെ തലോടി. ആരോരുമില്ലാത്ത ആ പാവം പെണ്ണിനോട് അവൻ അലിവ് തോന്നി.